മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാല ചിന്തകളുമായിട്ട് ഒരു പുതിയ പ്രഭാതം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കുവാനായിട്ട്, ദൈവാനുഗ്രഹത്തെ സ്വന്തമാക്കുവാനായിട്ട് നാം ഒത്തുചേർന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ ഒന്നു ചേർന്നിരിക്കുന്ന സമയം, ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളിലുള്ള ദശോപലക്ഷം വിശ്വാസികൾ ഈ സമയം കൂപ്പുകരങ്ങളും നിറകണ്ണുകളുമായിട്ട് ദൈവവചനത്തെ സ്വീകരിക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ ഒത്തുചേർന്നിരിക്കുക. വളരെയേറെ അനുഗ്രഹത്തിന്റെ നിമിഷത്തിലേക്കാണ് നാം ഈ നിമിഷം പ്രവേശിക്കുന്നത്. ഉള്ളില് തീക്ഷ്ണമായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പുതിയൊരു ജീവശ്വാസത്താൽ നിറയപ്പെടുവാനും പുതിയൊരു വെളിച്ചത്തെ എൻ്റെ കണ്ണുകൾക്ക് കാണുവാനും നീ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ഞാനിതാ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ദിവസം അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് എനിക്ക് ശക്തിയും കൃപയും തരണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പ്രഭാത വരുന്ന ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ, അമ്മയെപ്പോലെ നൈർമല്യമുള്ള ഒരു മനസ്സോടുകൂടെ ദൈവത്തിന്റെ വചനത്തെയും ഈ ശുശ്രൂഷയും സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു നിയോഗം കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നഴ്സുമാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ വേദനകൾ, അവരുടെ സഹനങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ പീഡകൾക്കൊക്കെ ഒരു അറുതി വരുന്നതിന് വേണ്ടിയിട്ട്, ദൈവസ്നേഹത്തെ അവർ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്, ദൈവസ്നേഹത്തിന്റെ വഴിയിലൂടെ അവർ നടക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈ സമയം പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇറങ്ങി ആവസിക്കണമേ. വചനത്തെ ശ്രവിക്കുവാനും വചനത്തെ ഗ്രഹിക്കുവാനും വചനത്തെ ഒരു അനുഗ്രഹമാക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. വചനം ശ്രവിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയ വയലുകളെ നമുക്ക് ഒരുക്കാം. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ
ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നീടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. അനീതിയും നീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ആണ് പൊതുവിലുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും, ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഈശോമിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 6-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഈ വചനത്തില് ഈശോ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്, ഞാൻ അവരുടെ ദൈവം ആയിരിക്കും. ഈ നോമ്പുകാല ചിന്തകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഞാൻ അവരുടെ ദൈവമായിരിക്കും എന്ന് ദൈവമായവൻ നമ്മളോട് പ്രത്യേകമായിട്ട് പറയുകയാണ്. എന്താ അവൻ ദൈവമായിരിക്കും എന്ന് പറയുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടുമുട്ടുകയാണ്, ദൈവം 6 ദിവസം കൊണ്ട് സകലതിനെയും സൃഷ്ടിച്ചു, 7-ാം ദിവസം അവൻ വിശ്രമിച്ചു. അവൻ എല്ലാത്തിനെയും നോക്കിക്കണ്ടുകൊണ്ട്, സൃഷ്ടാവായവൻ എല്ലാത്തിനെയും നോക്കിക്കണ്ടുകൊണ്ട് അനുഗ്രഹവും നന്മയുമായിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഒരവസ്ഥ. വീണ്ടും അവിടുന്ന് പറഞ്ഞു വെക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്, മനുഷ്യന്റെ ജീവിതത്തില് പാപം എന്നുള്ളത് കടന്നു വരുന്ന എപ്രകാരമാ? അവൻ ആദ്യം തന്റെ സഹോദരങ്ങൾക്കെതിരെ മറുതലിക്കല്ല, മറിച്ച് ആദ്യം അവൻ തന്റെ ദൈവത്തിന് എതിരെ മറുതലിക്കുകയും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, പാപമെന്ന് പറയുന്നത് ആദ്യം സംഭവിക്കുന്നത് ദൈവത്തിനും ദൈവത്തിന്റെ കൽപ്പനകൾക്കും എതിരായിട്ടാണ്. ഏത് പാപത്തിന്റെ അവസ്ഥ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യ മാതാപിതാക്കളുടെ പാപം അവർ ആദ്യം ആർക്കെതിരെ ചെയ്തത്? അവർ ദൈവത്തിന് എതിരെ. നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞു, അതിനെ അവർ ലംഘിച്ചു. ആബേലും കായേലും, ആബേലിന്റെയും കായേലിന്റെയും ജീവിതത്തിൽ ആദ്യം പാപം സംഭവിക്കുന്നത് എന്താ? ദൈവത്തിന്റെ ബലി, അവൻ ദൈവത്തിന് കൊടുത്ത ബലിയില് അവൻ മായം ചേർത്തു. വീണ്ടും ദാവീദിന്റെ ജീവിതത്തിൽ നോക്കിക്കേ, എങ്ങനെയാ പാപം സംഭവിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു രാജാവാകാതെ യുദ്ധം നടക്കുമ്പോൾ യുദ്ധഭൂമിയില് തന്റെ സൈന്യത്തോടൊപ്പം ആയിരിക്കേണ്ടവൻ തന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ കിടന്നുറങ്ങുന്നു. പാപത്തിന്റെ അവസ്ഥ സംഭവിക്കുക. വീണ്ടും നമ്മൾ പാപത്തിന്റെ അവസ്ഥ കണ്ടുമുട്ടുകയാ. എപ്രകാരം? ന്യായാധിപന്മാർക്ക് അവരുടെ മനസ്സിൽ ഒരു തിന്മ തോന്നി. കാരണം വെച്ചാൽ ദൈവത്തിന്റെ നീതി നടത്തേണ്ടവർക്ക് അത് ചെയ്യാതെ സൂസന്നയുമായിട്ട് ശാരീരിക ബന്ധത്തിലുള്ള തിന്മ അവരുടെ മനസ്സിൽ തോന്നി. അവർ ദൈവത്തിന് എതിരെ ചെയ്യുന്ന ഒരവസ്ഥ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് എപ്രകാരമാണ് പാപം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. യൂദാസിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അവൻ ദൈവത്തെ ഒറ്റിക്കൊടുക്കുവാനായിട്ട്, ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതാണ് അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പാപത്തിന്റെ ബന്ധനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ആദ്യം നമ്മൾ ദൈവത്തിന് എതിരെയാ മറുതലിക്കുന്നത്. ദൈവത്തിനെതിരെ മറുതലിക്കുന്ന മനുഷ്യൻ ദൈവജനത്തിന് എതിരെ പാപത്തിന്റെ അവസ്ഥയായിട്ട് കടന്നു ചെല്ലുകയാണ്. ജീവിതം പരിശോധിച്ചു നോക്കുകയെ,
പത്രോസിനോട് ഈശോ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ പത്രോസ് തന്നെ കോഴി കൊവുന്നതിന് മുൻപ് ആ യേശുവിനെ തള്ളി പറഞ്ഞു, ഞാൻ അവനെ അറിയുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാ. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ കൃപയെ ആവുന്നത്ര കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിച്ചിട്ടും അതിനോട് മറുതെളിച്ച് അതിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥകള് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയേറെ സംഭവിക്കുന്നു. പ്രിയമുള്ള ദൈവ മക്കളെ, നമ്മുടെയൊക്കെ ജീവിതം ചിന്തിച്ചു നോക്കണം. ഇപ്രകാരം പാപത്തിന്റെ ബന്ധനത്തിന് അടിമപ്പെട്ടുകൊണ്ട് കൃപ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ സംഭവിക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 34-ാം വാക്യം പറഞ്ഞു വെക്കുകയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. പാപം ചെയ്യുന്ന വ്യക്തി പാപത്തിന്റെ അടിമയായിട്ട് തീരുകയാണ്. അടിമ ഒരിക്കലും സ്വതന്ത്രനല്ല കേട്ടോ. നമ്മളൊരു പാപത്തിന് അടിമയായി കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ജീവിതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഈ നോമ്പ് കാലത്തിൽ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിന്റെ പഴയ വഴികളേക്ക് ഉപേക്ഷിച്ചുകൊണ്ട്, നിന്റെ പഴയ മനുഷ്യരെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ക്രിസ്തുവിനെ ധരിക്കാനായിട്ട് സഭ വളരെ പ്രത്യേകമായിട്ട് തന്റെ ജനത്തോട് ആവശ്യപ്പെടുക, പാപത്തിന്റെ വഴികളിൽ നിന്നൊക്കെ വിട്ടുമാറിക്കൊണ്ട് ഒരു അനുരഞ്ജനത്തിന്റെ വഴിയെ നീങ്ങാനായിട്ട്. ഈ നോമ്പിന്റെ ആരംഭത്തില് നമ്മളൊക്കെ നെറ്റിയിലെ ചാരം പൂശിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചില്ലേ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുവേഗം. മനുഷ്യ നീ മണ്ണാ, മണ്ണിലേക്ക് നീ മടങ്ങേണ്ടതെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി. എന്തിനു വേണ്ടി കേട്ട്? ഒരു അനുതാപത്തിന്റെ അനുരഞ്ജനത്തിന്റെ വഴിയെ നടക്കാനായിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഒരു അനുരഞ്ജനത്തിന്റെ വഴിയെ സ്വന്തമാക്കിക്കൊണ്ട് പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും പാപം നിറഞ്ഞ ജീവിത ശൈലിയിൽ നിന്നും ഒരു വിടുതൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നുണ്ടോ? അപ്പസ്തോല പ്രവർത്തനം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുവാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. നിന്റെ പാപം മായ്ച്ചു കളയുവാനായിട്ട് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. പ്രിയമുള്ളവരെ, ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിയലിന്റെ കാലഘട്ടമാണ്. ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞ് തമ്പുരാന്റെ തിരുമുഖത്തേക്ക് നോക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലം എന്ന് പറയുന്നത്. ഉപവാസത്തിന്റെയും പ്രാശ്ചിത്തിന്റെയും വഴിയിലൂടെ കടന്നുപോയി നിനവേ നിവാസികളെ പോലെ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കുവാനായിട്ട്, ഒരു വിശുദ്ധിയുടെ വഴിയെ സ്വന്തമാക്കിക്കൊണ്ട് ദൈവകൃപയുടെ നിറവിൽ ജീവിക്കുവാനായിട്ട്, ദൈവാനുഗ്രഹത്തിന്റെ വഴികളെ സ്വന്തമാക്കിക്കൊണ്ട് ആ കൃപയാക്കി മാറ്റുവാനായിട്ട്, ഭവനത്തിലും ജീവിതത്തിന്റെ ജീവിത സാഹചര്യങ്ങളിലും ഒരു പുതിയ വെളിച്ചമായിട്ട് പ്രകാശിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കും. പ്രിയമുള്ള ദൈവജനമേ, നോമ്പെന്ന് പറയുന്നത് ഒരു കടന്നുപോകലിന്റെ കാലഘട്ടമാണ്. ഒരു കടന്നുപോകലിന്റെ കാലഘട്ടമാണ്. എന്തിനൊക്കെ? എല്ലാത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് കൃപയുടെ നിറവിലേക്ക് ജീവിതത്തെ കടത്തി വിടുവാനായിട്ട് സാധിക്കണം. ചിലരൊക്കെ പറയാറുണ്ട്, നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഞെരുക്കത്തിന്റെ കാലഘട്ടമാണ്. ഒന്ന് ഞെരുങ്ങണം, ഒന്ന് ഒടിയണം, ഒന്ന് വിശുദ്ധീകരിക്കപ്പെടണം, ഒന്ന് കഴുകി നിർമ്മലമാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ വചനം കൃത്യമായിട്ട് പറയപ്പെടുന്നത്, പരിശുദ്ധമായ അധരത്തോടും നിർമ്മലമായ മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തിന് ഒരു വിശുദ്ധിയുടെ തലമാണ്. ഒരു കൃപയുടെ നിറവിനെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് ദൈവാനുഗ്രഹത്തിന്റെ വഴികളെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം വിളിച്ചിരിക്കുക. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് പരിശോധിക്കുക. വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ എത്രമാത്രം ഒരു വിശുദ്ധീകരണത്തെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പറ്റുകയാണ്. വചനം നമ്മളോട് കൃത്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. അനീതിയും നീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണ് ഉള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായിട്ട് എന്ത് കൂട്ടുകെട്ടാണ് ഉള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായിട്ട് എന്ത് യോജിപ്പാണ് ഉള്ളത്? നമുക്ക് അവിശ്വാസിയുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
നമ്മൾ അവിശ്വാസത്തിലേക്ക് അടിമപ്പെടുന്ന അവസ്ഥയല്ല, മറിച്ച് ഒരു വിശ്വാസത്തിലേക്കാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ ആ വിശ്വാസത്തിന്റെ തികവില് ഒരു ആഘോഷമാക്കി കൊണ്ടു നടക്കുവാനായിട്ട്, ആ വിശ്വാസത്തെ എന്റെ ഹൃദയത്തിന്റെ ജീവന്റെ ശക്തിയായി കൊണ്ടു നടക്കാനായിട്ട് എനിക്ക് സാധിക്കണം. വചനം പറയുന്നത് പോലെ കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. സമർത്ഥമായ പുൽത്തകിടയിലേക്കും പ്രശാന്തമായ ജലാശയത്തിലേക്കും അവിടുന്ന് എന്നെ നയിക്കും. ഒരു വിശ്വാസമാണ്, തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു അവസ്ഥ. രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാല് ഞാൻ സൗഖ്യമുള്ളവളായിട്ട് തീരും. ഒരു വിശ്വാസമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു വിശ്വാസത്തിന്റെ തികവില്, കൃപയുടെ നിറവില് ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ജീവിതം അവിടുന്ന് അനുഗ്രഹമാക്കുക. നോമ്പുകാല ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും സാധിക്കണം. നീതിക്ക് അനീതിയുമായിട്ട് ഒരു കൂട്ടുകെട്ടുമില്ല. അനീതിയും നീതിയും, എന്റെ ഹൃദയത്തില് അനീതിയും നീതിയും രണ്ടും ഒരുപോലെ സംഭവിക്കില്ല, ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വിശുദ്ധീകരണത്തെ ഹൃദയത്തിൽ സ്വന്തമാക്കി ദൈവാനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടം നമുക്ക് സാധ്യമാക്കണം. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നമ്മൾ ചേർത്ത് വെച്ച് പരിശോധിക്കുക. എത്രമാത്രം ഒരു വിശുദ്ധിയോട് കൂടെ ആയിരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഒരു ആലയമായിട്ട് തീരാനായിട്ട് എൻ്റെ ജീവിതത്തെയും എൻ്റെ ഭവനത്തെയും എൻ്റെ ജോലി മേഖലകളെയും ഒക്കെ ആക്കുവാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ ദൈവം കടന്നു വന്ന് വാസം ഉറപ്പിക്കുന്ന ഒരവസ്ഥ. ദൈവം കടന്നു വന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വാസം ഉറപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞാൻ ഈ നോമ്പിന്റെ ചിന്തകളോടെ കടന്നു പോകുമ്പോൾ അതിനെ എടുത്തു മാറ്റാനായിട്ട് എനിക്ക് സാധിക്കണം. ഒരു വിശുദ്ധീകരണത്തെ സ്വന്തമാക്കി ഒരു ദൈവികതയുടെ അനുഗ്രഹത്തിന്റെ വഴിയെ നടന്നുകൊണ്ട് ജീവിതത്തെ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാക്കാനായിട്ട് പറ്റണം. അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട്, അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മുന്നേറുവാനുള്ളൊരു ശക്തിക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാം ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഈ വചന ശുശ്രൂഷയിലൂടെ നിന്റെ വചനം കേൾക്കുവാനും വചനം ധ്യാനിക്കുവാനും നീ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കുവാനും ഒരു വിശുദ്ധിയുടെ നിറവിലായിരിക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ. ഈശോനാഥ, ഈ നിമിഷം തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് വർഷിക്കണം. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, സഹരക്ഷകയായവളെ, ഈ രക്ഷാകര യാത്രയിൽ ഞങ്ങളോട് കൂട്ടായിരിക്കണമേ, ഞങ്ങൾക്ക് തണലായിരിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം തേടാം. നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധന്റെ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, വളരെ പ്രത്യേകമായിട്ട്
നമ്മുടെ ഇടവക മധ്യസ്ഥന്റെ മധ്യസ്ഥം തേടാം. സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ സമ്മാനമാണ് നമ്മുടെ കാവൽ മാലാഖമാര്. പ്രത്യേകമായി നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന കാവൽ മാലാഖായുടെ സംരക്ഷണം തേടുക. ഇന്ന ദിവസം പാപമായിട്ടുള്ള ഒന്നും നമ്മുടെ വഴിയിൽ കടന്നു വരാതിരിക്കുവാൻ, പാപത്തിൻ്റെതായ ഒരു മാലിന്യവും നമ്മളെ ഏശാതെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഡിവൈൻ മരിയം കൂടാരത്തിലായിരിക്കുന്ന മക്കളെ അവരുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാവും പകലും അവർ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ഗുഡ്നസ് ചാനലിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുക. അവരുടെ കുടുംബങ്ങളെ, അവരുടെ നിയോഗങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ ആകുലതകളെ, പ്രയാസങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ദൈവമേ കൃപ ഒഴുക്കണമേ. സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി, അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി. സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി, അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി. ആത്മാവിൻ കീർത്തിക്കയല്ലോ നാഥ ആഴികളങ്ങേ മഹത്വം. അമ്പരമേഘങ്ങളെല്ലാം തൂകും ആശീസിൻ പൂമാരി നീളേ, ആശീസിൻ പൂമാരി നീളേ. സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി, അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി. സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി, അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി. ആരാധ്യനങ്ങേ സമക്ഷം താനേ ആകുലഭാവങ്ങൾ നീങ്ങും, ആത്മീയ ലോകം തുറക്കും നാഥ അങ്ങേ പ്രസാദം നിതാന്തം, അങ്ങേ പ്രസാദം നിതാന്തം. സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി, അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി. സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി, അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി. അതോടൊപ്പം
അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലക്ഷോപലക്ഷം മക്കൾക്ക് അനുഗ്രഹത്തിന്റെ സ്ഥലമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ എല്ലാ മക്കളെയും സമർപ്പിക്കുക. കൃപ എല്ലാവരുടെയും മേൽ സമർത്ഥമായിട്ട് ഒഴുകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സഭയുടെ ആശീർവാദം സ്വീകരിക്കുക. മാർപ്പാപ്പായിൽ നിന്ന് മെത്രാന്മാരിൽ നിന്ന് വൈദികരിലേക്ക് ഒഴുകിയിറങ്ങുന്ന സ്ലൈഹിക പാരമ്പര്യത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഈ നിമിഷം ആശീർവാദം സ്വീകരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പിന്റെ ഇന്നേ ദിവസം ഏറ്റവും അനുഗ്രഹദായകമായിട്ട് തീരട്ടെ എന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.